ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്തടുത്തുള്ള അമൃതം ഹോളിഡേയ്സ് എന്ന് പറയുന്നൊരു ഹോം സ്റ്റേയിലാണ് നിയക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം തൊട്ടടുത്ത സെക്കൻഡ് ഡേയിലുള്ള നൈറ്റിലുള്ള വീഡിയോ ആണ് ഇത്. അവിടെ ആര്യനാട് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും അവിടെയൊക്കെ പോയെന്ന് കാണാമെന്നേ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ ഓണം തുടങ്ങുന്ന സമയമായത് കാരണം ഇവിടെയാണ് ഫസ്റ്റ് നമ്മൾ ലൈറ്റൊക്കെ കണ്ടത്. റോഡിൻ്റെ നടുക്ക് തന്നെ അത്തമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇങ്ങോട്ടൊന്നും വരാത്തത് കാരണം എവിടെ ഫസ്റ്റ് പോകണ്ടേന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് ഈ മാനവീയം വീതി എന്ന് പറയുന്ന അവിടെ നിറയെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നേ. എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം ഉള്ളത് കാരണം അവിടെ ഒന്ന് കയറാമെന്ന് കരുതി. അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആദ്യമേ ഇവിടുത്തെ സ്റ്റോൾസിലൊക്കെ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അത് ഐസ്ക്രീം കണ്ടു. ന്യൂട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് വിത്തിൻ്റെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ 2-3 വിത്തൊക്കെ എടുത്തായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് നടാമെന്ന് കരുതി. വളരുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും വാങ്ങി 2-3 എണ്ണം. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റോളും ഇങ്ങനെ നോക്കി നോക്കി പോണ വഴിക്ക് പെൺകുട്ടികളുടെ ഏരിയ എത്തി. കമ്മൽ, മാല, വള, സ്ലൈഡ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുട്ടികളുടെ തന്നെ ടോയ്സൊക്കെ കുറേ ഉണ്ടായിരുന്നേ. പിന്നെ എനിക്കും നിയക്കുട്ടനും വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. നിയക്കുട്ടൻ കുറേ ടോയ്സൊക്കെ എടുത്തായിരുന്നു. ആദ്യം ഈ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു. പിന്നെ പോണ വഴിക്ക് ആൾ വേറൊരു ടോയും കൂടെ എടുത്തായിരുന്നേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനവീയം വീതി 8 മണിക്ക് ഡാൻസ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. രാത്രി കറക്റ്റ് അവരൊരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് തുടങ്ങി. അടിപൊളി ഡാൻസ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഡാൻസേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നേ. പിന്നെ സ്റ്റേജ് ഇത്തിരി ചെറുതായത് കാരണം അവർക്ക് ഒരു പരിമിതിയിൽ നിന്നാണ് അവർ ഡാൻസ് ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ഡാൻസ് ചെയ്തത്. പിന്നെ കുഞ്ഞു പിള്ളേരുടെ പോൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയായി പോകും, വീഴുമോ എന്നുള്ളത്. പക്ഷേ കുട്ടികളൊക്കെ അത്രയും പ്രൊഫഷണലായിട്ടാണ് ഡാൻസ് ചെയ്തത്. അങ്ങനെ നമ്മൾ 8 മണി തൊട്ട് ഏകദേശം ഒരു 9:30 വരെയൊക്കെ ഇരുന്ന് ഡാൻസൊക്കെ കണ്ടു. പിന്നെ കുറേ നേരം കൊണ്ട് ന്യൂട്ടൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഡാൻസായിരുന്നു, കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇരുന്ന ആൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തായാലും റൂമിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.